ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് ഒരല്പസമയം വിശദീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗ്യാസ്, അസിഡിറ്റി, പുണ്ണ് പോലുള്ള വലിയ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കെ ഒരുപാട് ഡോക്ടർമാരിൽ നിന്നും അവര് എഴുതിത്തരുന്ന ഗുളികകൾ, അലോപ്പതി മരുന്നുകൾ കഴിച്ചിട്ടൊന്നും യാതൊരുവിധ സമാധാനം ലഭിക്കാതിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ബാപ്പുട്ടി സാറിൽ നിന്ന് നമ്മുടെ ഈ ഉൽപ്പന്നമായ എലമെന്റ്സിന്റെ ലിവാഗിൻ എന്ന് പറയുന്ന ലിക്വിഡ് വാങ്ങി ഉപയോഗിക്കാനുള്ള ഭാഗ്യമുണ്ടായി എന്നുള്ളത്. അങ്ങനെ തുടർന്ന് ലിവാഗിനും ഇമ്യൂണോ3യും പ്രോബയോട്ടിക്കും ഒക്കെ ഒരു 3-4 മാസം കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിച്ചതിന്റെ ഭാഗമായി എനിക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വലിയ രീതിയിലുള്ള റിസൾട്ട് അനുഭവപ്പെടുകയുണ്ടായി. ഈ സമയത്ത് ഇടയ്ക്കെന്നോ ഒന്ന് ബാപ്പുട്ടി സാറിന്റെ വീട്ടിലേക്ക് ഉൽപ്പന്നം വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് റഫീഖ് സാർ അവിടെ ഉണ്ട്. സാർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ ഉൽപ്പന്നം വില കുറച്ച് കിട്ടാൻ വേണ്ടി നമുക്ക് കമ്പനിക്ക് ഒരു അഡ്രസ്സ് കൊടുക്കാം എന്ന് പറയുകയും അവിടെ വെച്ച് എൻ്റെ ഐഡിയ അടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സംഗതി 3-4 മാസം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് ഞാൻ ഇതിന് വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ബാപ്പുട്ടിന്റെ സാറിന്റെ വീട്ടിൽ പോയിട്ടാണ് വാങ്ങാറ്. അവിടെ ചെല്ലുന്ന സമയത്ത് ബാപ്പുട്ടി സാർ ചോദിക്കും, സുഖമുണ്ടോ? എവിടെ സുഖണ്ടാന? ഒരുപാട് ഡോക്ടർമാരുടെ മരുന്നുകൾ കഴിച്ചിട്ട് ഒരു സുഖമില്ലാത്ത ആ ഒരു അസുഖത്തിന് ഇതുകൊണ്ട് വല്ല സുഖം ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇതൊരു വല്ലാത്ത സംഭവമായിട്ട് ഞാൻ പൊതുജനങ്ങളിലേക്ക് നിങ്ങളുടെ ഈ ബിസിനസ്സിനെ ഞാൻ എത്തിക്കും എന്നുള്ള ഒരു വാക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കൊടുക്കാനുണ്ടായ കാരണം, പൊതുമേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ഞാൻ പലപ്പോഴും പല വേദികളിലും പങ്കിടാറുണ്ട്. അവിടെ വെച്ച് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ടെങ്കിലും പക്ഷേ അവസരങ്ങൾ യോജിച്ചു വരാൻ ഒന്നില്ല. ബാപ്പുട്ടി സാറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ ഒരു പ്രദേശത്ത് നമുക്ക് നിങ്ങളുടെ ഈ ബിസിനസ്സിനെ ഞാൻ പരത്തുമെന്ന്. അങ്ങനെ പിന്നീട് ഞാൻ അതിനെ ചെയ്തത് എന്താ അറിയോ? ചെറിയ ഒരു നോട്ടീസ് അടിച്ചു. അത് പത്രങ്ങളിലൂടെ, ഈ പത്ര വിതരണം ചെയ്യുന്ന കുട്ടികളിലൂടെ അവർക്ക് കൊടുത്തിട്ട് അവരെന്ത് ചെയ്തു, അവര് എല്ലാ വീടുകളിലും എത്തിച്ചു എന്നുള്ള. യഥാർത്ഥത്തിൽ അവിടെ എൻ്റെ നമ്പറും കൊടുത്തിരുന്നു, ബാപ്പുട്ടി സാറിന്റെ നമ്പറും കൊടുത്തിരുന്നു. ഉൽപ്പന്നങ്ങളെ കുറിച്ച് വാഴിച്ച ആൾക്കാരിൽ നിന്ന് വിളികൾ വരാൻ തുടങ്ങി. ഉടനെ നമുക്ക് ഇതിന് മറുപടിയും കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കാനൊന്നും കഴിയില്ല. ബാപ്പുട്ടി സാറെ ഏൽപ്പിക്കും. വിളിച്ച ആളെ നമ്പർ തിരിച്ചു ബാപ്പുട്ടി സാർക്ക് കൊടുക്കും. അങ്ങനെ കടന്നു പോയെ. പിന്നീട് ഞാൻ ഓമാനൂര് അങ്ങാടിയിലാണ് കൂടുതൽ സമയം നമ്മളെ ഓരോ ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് അവിടേക്കാണ് ഇറങ്ങാറ്. ഓമാനൂർ അങ്ങാടിയിൽ ചെന്ന് ഇറങ്ങി സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ സുഹൃത്തുക്കളോടൊക്കെ പറയും, ഇങ്ങനെ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഉൽപ്പന്നമാണ് ബാപ്പുട്ടി സാറ് കയ്യിലുള്ളത്, വാങ്ങി ഉപയോഗിച്ച വലിയ റിസൾട്ട് കിട്ടിയെന്ന് വരും, വാങ്ങി ഉപയോഗിക്കണം എന്ന് പറയുണ്ടായി. അങ്ങനെ ഇത് പറഞ്ഞു ഈ കൊണ്ടിരിക്കുക ബാപ്പുട്ടി സാർക്ക് ഇങ്ങനെ കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എൻ്റെ ഐഡിയ ഒക്കെ അടിച്ചിട്ടുണ്ട്. ഞാനിതൊരു ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ ഒന്നും അല്ലായിരുന്നു. അങ്ങനെ തന്നെയാണ് ആരും ഉണ്ടാവാറ്. ഞാൻ അതിൻ്റെ ഒരു എൻ്റെ ഒരു അനുഭവം ഇവിടെ പങ്കുവെക്കുക. ഒരു ബിസിനസ് ആയിട്ട് ഇത് ഏറ്റെടുക്കണം എന്നോ
അല്ലെങ്കിൽ ഇത് ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചോ ഒന്നും എനിക്കറിയില്ല. മറ്റു മേഖലകളിൽ ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് ഈ സോപ്പും പേസ്റ്റും വിറ്റുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ഒരു അഭിപ്രായം ഇല്ലായിരുന്നു. അങ്ങനെ ബാബുട്ടി സാറ് നിർബന്ധിച്ചു. റഫീഖ് സാറും ബാബുട്ടി സാറും ഇടയ്ക്കിടയ്ക്ക് വിളിക്കുകയും വീട്ടു വരികയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു ദിവസം രാവിലെ ഉണ്ട് ബാബുട്ടി സാറ് വീട്ടിലേക്ക് വരുന്നു. ബാബുട്ടി സാറ് അന്ന് ഒരു വൺ ഡേ പ്രോഗ്രാം നടക്കുക കോഴിക്കോട് വെച്ചിട്ട്. എന്റെ ടിക്കറ്റ് അടക്കം ഓക്കെ ആക്കിയിട്ടാണ് ബാബുട്ടി സാറ് വീട്ടിലേക്ക് വരുന്നത്. ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല, കുളി കഴിഞ്ഞില്ല, രാവിലെ തന്നെയാണത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാബുട്ടി സാറ് കയറി വരുന്നു. അങ്ങനെ ചായ കുടിപ്പിച്ചു, കുളി കഴിഞ്ഞു. ശരിക്കു പറഞ്ഞാല് ഈ ഖദർ ഡ്രസ് ഇടുന്ന വ്യക്തി ആയിരുന്നു ഞാൻ. ഖദർ ഡ്രസ്സൊക്കെ തേക്കുക, അയൺ ചെയ്യാന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. അത് ഒരു വാട്ടറൊക്കെ സ്പ്രേ ചെയ്ത് ചെയ്യണം. അതൊന്നും ചെയ്തില്ലായിരുന്നു. സമയത്ത് ബാബുട്ടി സാറിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഒരുപാട് പണികളുണ്ട്. അങ്ങനെ റൂമിൽ കയറി ബാബുട്ടി സാറ് അയൺ ചെയ്യുക, ഡ്രസ്സുകൾ അയൺ ചെയ്യുക. അങ്ങനെ ഇവിടുന്ന് പൊക്കി കൊണ്ടുപോയതാണ് ഒരു വൺ ഡേ പ്രോഗ്രാമിലേക്ക്. വെൽനി സാറായിരുന്നു ആ പ്രോഗ്രാം. പ്രോഗ്രാം നല്ലതായിരുന്നു, നല്ല പ്രോഗ്രാമാണ്. നല്ല ഒരുപാട് ആശയങ്ങൾ അവിടെ രൂപപ്പെട്ടു വന്നു, കേൾക്കാൻ സാധിച്ചു. പക്ഷെ ആ ആശയങ്ങളൊക്കെ തന്നെ ഞാൻ ചെയ്യുന്ന ബിസിനസ്സുമായിട്ട് ബന്ധിപ്പിക്കാൻ എനിക്ക് കൂടുതൽ ഞാൻ ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. കാരണം അവിടെ പറഞ്ഞ കാര്യം എന്താണ്, നമ്മളൊരു ഗോള് സെറ്റ് ചെയ്യണം. കൂടുതൽ സമയം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുമായിട്ട് നമുക്ക് നല്ല ആത്മാഭിമാനവും അതുപോലെ തന്നെ നല്ല ആത്മവിശ്വാസമൊക്കെ വേണം. അപ്പൊ ആ ഒരു കൂടുതൽ ഫോളോ അപ്പ് വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ എൻ്റെ ബിസിനസ്സുമായിട്ട് അതിനെ ബന്ധിപ്പിച്ചു. അങ്ങനെ മുന്നോട്ട് പോവാ. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് വന്നിട്ട് എന്ത് ചെയ്തു, ബാബുട്ടി സാർക്കും റഫീഖ് സാറും ഒന്ന് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫോളോ അപ്പ് ചെയ്തു. അവർക്കും വേണ്ടി ഒരു 13,000 റുപ്യന്റെ പ്രൊഡക്റ്റ് പോയി മഞ്ചേരി പോയി. അവരും കൂടെ പോയിട്ട് എൻ്റെ കാറിൽ തന്നെ പോയി പ്രൊഡക്റ്റ് എടുത്തു. എല്ലാവരും ചെയ്യുന്ന മാതിരി ഞാനും അത് കൊണ്ടുപോയി ആ പെട്ടി അഴിക്കാതെ നേരെ കട്ടിന്റെ ചോട്ടിലേക്ക് അടിച്ചു. പക്ഷെ അതിലൊരുപാട് ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട്. 13,000 റുപ്യക്ക് കുറെയൊക്കെ എന്തൊക്കെയൊക്കെ കിട്ടുമല്ലോ, കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്. കുറെയൊക്കെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അതിലുള്ളവർ വിൽക്കാൻ പറയും. ഞാൻ എനിക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് ഉപയോഗിക്കും. കുറെ ബാബുട്ടി സാർ തന്നെ പോരായി അവിടെ കച്ചവടം ചെയ്യുമ്പോൾ പോരായുള്ള സാധനം ഇതിൽ നിന്ന് എടുത്തുണ്ടോ. ഇങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഈ ബാബുട്ടി സാറും റഫീഖ് സാറും നിരന്തരം ബന്ധപ്പെടും. ഉമർ ഉസ്താദ് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഉമർ സാറേ നിങ്ങൾ അങ്ങനെ പറ്റൂല ഇങ്ങനെ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഉസ്താദിന്റെ ആ ഒരു സ്നേഹ സന്തോഷത്തോടുള്ള വിളി അതിങ്ങനെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു എന്താ പറയാ. അപ്പോ അങ്ങനെ എന്തായിരുന്നാലും നല്ല ഉൽപ്പന്നല്ലേ, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു നല്ല പുണ്യ കാര്യമാണല്ലോ എന്നൊക്കെ മനസ്സിൽ കരുതി ഇങ്ങനെ പതുക്കെ ഇവരെ നിർബന്ധത്തിന് വഴങ്ങി പല മീറ്റിങ്ങുകളിലും പോയിരിക്കും. സമയത്ത് കൊണ്ടോട്ടി GTS ഒക്കെ അന്നേ ഉണ്ട്. സുന്നി മഹൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് കൊണ്ടോട്ടി GTS നടക്കുന്ന സമയത്ത് ഞാനും അവിടെ പോവും. ഏറ്റവും പിറകിലെ ബെഞ്ചിലിരിക്കും. അങ്ങനെ GTS ഒക്കെ കേൾക്കും. ഇങ്ങനെ ബ്രോൺസായി, സിൽവറായി, സ്റ്റാറായി ഒക്കെ ആവുന്നുണ്ട്. ഇവരിങ്ങനെ വിളിച്ച് നിർബന്ധിക്കും, പോസ്റ്റർ അടിക്കാണ് എന്നൊക്കെ പറയും. ഞാൻ ആ പറയുന്നത് നെഗറ്റീവാ. എൻ്റെ ഒരു അനുഭവം പറയുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റൂല, അതുകൊണ്ട് പറയാം. ഞാൻ പറഞ്ഞു, ഇല്ല പോസ്റ്റർ അടിക്കാൻ പറ്റൂല, ഒന്നും വേണ്ട എന്ന് പറയും.
ഞാൻ പോസ്റ്റർ അടിക്കാൻ വേണ്ടി സമ്മതം കൊടുത്തില്ലായിരുന്നു, അടിപ്പിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഈ ബിസിനസ്സിൽ വേണ്ടത് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് നേടിയാൽ അത് നമ്മള് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ വരിക എന്ന് പറയുന്നത്. നമ്മളെ വീക്ഷിക്കുന്നവർ പുറത്തുണ്ട്, അവര് നമുക്കെന്ത് നേട്ടങ്ങളുണ്ട് എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ബോധ്യപ്പെടാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയൊക്കെ നേട്ടങ്ങൾ കിട്ടുന്നുണ്ട്, ആദരവുകൾ കിട്ടുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പോസ്റ്ററുകളും അതുപോലെ തന്നെ ആദരവും ഒക്കെ നമ്മൾ കിട്ടുന്നത്. അതൊക്കെ പുറത്തറിയണം. അപ്പോഴേ നമ്മളെ കൂടെ നമ്മളെ വീക്ഷിക്കുന്നവർ കടന്നു വരുള്ളൂ. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ കുറേ കാലങ്ങൾ കൊണ്ട് കാര്യമായ ബിസിനസ് ഒന്നും ചെയ്യൂല. അങ്ങനെ എടുത്ത് പറയാനൊന്നും ഇതൊന്നും കൂടുതൽ ആരോടും പറയില്ല. റീറ്റെയിൽ ചെയ്യുക എന്നുള്ളത് അങ്ങനെ പതിവാക്കിയിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ഓപ്പർച്യൂണിറ്റി വിൽപ്പന നടത്താനാണ് ഞാൻ ശ്രമിച്ചത്. മറ്റുള്ളവരിലേക്ക് അവസരങ്ങൾ എത്തിക്കുക, എന്നിട്ട് അവർക്ക് ഐഡി കൊടുത്തിട്ട് അവരോട് സാധനം വാങ്ങിപ്പിക്കാം, വീട്ടിലേക്ക് ആവശ്യമുള്ളതോ എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പിക്കാം. ഈ ഒരു പണിക്കാണ് കൂടുതൽ ശ്രമം നടത്തിയത്. അങ്ങനെ ഒരിക്കൽ ഞാൻ അങ്ങനെ പോയി ടി സി ആയ സമയത്ത്, കൊണ്ടോട്ടി മീറ്റിങ്ങിലേക്ക് വന്ന സമയത്ത്, ആ ടി സി ആയ സമയത്താണ് മീറ്റിങ്ങിലേക്ക് ഇവര് ഉന്തി എന്നെ മുന്നിലേക്ക് വിടുന്നത്. അന്ന് നമ്മളെ ഒയ്ഗൂരിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡറാണ് ഖൈറുന്നിസ മാഡം അന്ന് ടി സി റാങ്കില സന്തോഷത്തോടെ ബിസിനസ് ചെയ്ത് നല്ല ഒരു തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. മാഡം അവിടുന്ന് പറയണ്ടായി ഒരിക്കൽ, നിങ്ങളിങ്ങനെ വന്നിരിക്കുന്നത് കാണുമ്പോൾ, ബാക്കിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് കാണുമ്പോൾ എവിടെയും കയറില്ല, ഒന്നും കാണില്ല, ഒന്നിങ്ങനെ കാണുമ്പോൾ ഈ ബിൽഡിങ്ങിന്റെ ഓണർ ആണെന്നാണ് ഞാൻ കരുതിയത് എന്ന് പറയണ്ടേ. അപ്പൊ ഞാനിവിടെയും പങ്കെടുക്കുക കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ പലപ്പോഴും ഉമർ ഉസ്താദ് പറയാറുണ്ട്, ഞാൻ ടി സി വരെ പോസ്റ്റടിക്കാനൊന്നും സമ്മതിച്ചിട്ടില്ല എന്ന്. അത് ശരിക്കും ഈ ബിസിനസ്സിൽ പറ്റുന്ന രീതിയല്ല എന്നുള്ളതും കൂടെ പെടുത്താം. ഞാൻ പൊതുവെ ഒരു പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു പൊതുപ്രവർത്തകനും കാര്യങ്ങളും ഒക്കെ ആവുമ്പോൾ പിന്നെ മറ്റോരോ ബിസിനസ്സുകൾ ഉള്ളത് കൊണ്ടും ഇതില് ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നുള്ള ജനങ്ങളെ പെട്ടെന്ന് അറിയിക്കണ്ട എന്നുള്ള ഒരു രീതിയിൽ ഞാൻ ചെയ്തതാണ്. പക്ഷെ അത് തെറ്റായ ഒരു രീതിയാണ്. ഈ ബിസിനസ്സിലേക്ക് എപ്പോഴിറങ്ങുന്നോ അവിടുന്ന് നമ്മൾ അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കുന്നു, അതിനെന്ത് ചെയ്യണം, നമ്മൾ പൂർണ്ണമായിട്ട് അതിനെ ഒരു ആത്മാർത്ഥതയോടുകൂടെ സ്നേഹിച്ചിറങ്ങണം എന്നുള്ളത്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ടി സി റാങ്കിൽ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ഉൽപ്പന്നം കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പൊ എനിക്ക് നേരത്തെ ഒരു ഓഫീസ് ഉണ്ട്, റൂമുണ്ട് ഓമാനൂരിൽ. നേരത്തെ ഉള്ളതാ, വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാ, നമ്മൾ മറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസ് റൂം. ഞാൻ എന്ത് ചെയ്തു, വീട്ടിലെ സാധനങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ ആ റൂമിലേക്ക് മാറ്റി അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു വെച്ചു. എന്നിട്ട് ആ റൂമിലേക്ക് പലരെയും വിളിച്ചു വരുത്തും, അവിടെ വെച്ച് ഇങ്ങനെ ഇതിന്റെ പ്ലാനും കാര്യങ്ങളും ഒക്കെ കൊടുക്കും. അങ്ങനെ എന്തായി, പിന്നീട് അങ്ങനെയായി കാര്യങ്ങൾ പോലെ. ഏതായിരുന്നാലും വളരെ സന്തോഷത്തോടു കൂടി പറയാം, പിന്നീട് എനിക്ക് പല മീറ്റിങ്ങുകളിൽ നിന്നും ഇതിൽ നിന്നും ഞാൻ യൂട്യൂബിലൂടെയും പല ക്ലാസ്സുകളും കിട്ടിയതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്കൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന് ബോധ്യപ്പെട്ടു. ഇതൊരു തിരിച്ചറിവായി. ആ തിരിച്ചറിവിലൂടെയാണ് ഞാൻ ഈ ബിസിനസ് വളരെ ആത്മാർത്ഥതയോടുകൂടെ, സ്നേഹത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ ഏറ്റെടുത്ത് ചെയ്യാൻ തീരുമാനിച്ചത്.
അങ്ങനെ തീരുമാനിച്ചതിന്റെ ഭാഗമായി കുറച്ച് ടീമുകളൊക്കെ നമ്മളെ കൂട്ടത്തിലേക്ക് കടന്നു. എന്തിനേറെ പറയുന്നു, നമ്മളെ ഈ ബിസിനസ് നേരത്തെ ചെയ്ത് ഒഴിവാക്കിയവർ, അല്ലെ നേരത്തെ പ്രൊഡക്റ്റ് എടുത്ത് ഈ ബിസിനസ്സിൽ നിന്ന് ഒന്നും കിട്ടൂല എന്ന് പറയുന്നവരൊക്കെ, അവർക്കൊക്കെ പറയാനുള്ള കാര്യം എന്താ അറിയോ, ഉൽപ്പന്നം നല്ലതാണ്, ക്വാളിറ്റി ഉള്ളതാണ് എന്നുള്ളതാണ്. എൻ്റെ ടീമിൽ പോത്തട്ടിപ്പാറയിലുള്ള ഒരു ബഷീർ ഹൈത്തമി ഉസ്താദ് ഉണ്ട്. അദ്ദേഹം ജോലി ചെയ്യുന്നത് തിരൂരിൽ പള്ളിയിലാണ്. അദ്ദേഹം തിരൂര് പള്ളിയിൽ ജോലി ചെയ്യുന്ന ഒരു ജാഫർ റഹ്മാനി ഉസ്താദ് ഉണ്ട്, അങ്ങാടിപ്പുറത്തുള്ള. അവരും ജോലി ചെയ്യുന്നത് തിരൂർ പള്ളിയിലാണ്. ഇവര് എടുത്തു ചെന്ന് ഈ ബഷീർ ഹൈത്തമി ഉസ്താദ് ഈ വിവരം പറഞ്ഞ സമയത്ത്, പിന്നെ ആളെ പറ്റിക്കുന്ന പണിയാണത്, ഞാൻ ഈ വഴിക്കില്ല, 2021 ഈ കമ്പനിയിൽ ഞാൻ ഐഡിയ അടിച്ച ആളാണ്, എനിക്ക് 6000 രൂപയുടെ പ്രൊഡക്റ്റ് ഞാൻ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ആ സാധനം മുഴുവൻ പൊട്ടം കെട്ടിക്കാണ്ട് വിറ്റ് ഒഴിവാക്കിയതാണ്, അത് അങ്ങനെയാണ്, ഇങ്ങനെ എന്തെല്ലാമാണ് പറഞ്ഞത് എന്നറിയില്ല. കാരണം എന്താ, ശരിക്ക് ലീഡേഴ്സ് അവിടെ ഇടപെട്ട് ഈ പ്രൊഡക്റ്റുകളൊക്കെ ഉൽപ്പന്നങ്ങളൊക്കെ എന്തിനുള്ളതാണ് എന്ന് പറഞ്ഞു കൊടുക്കാനും എങ്ങനെയാണിത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാനും സാധിച്ചില്ല, ലീഡേഴ്സിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. ആ വ്യക്തി ഒരുപാട് 6000 റുപ്യന്റെ ഉൽപ്പന്നം ഒഴിവാക്കിയ വ്യക്തിയാണ്. ആ വ്യക്തി ഇന്ന് നമ്മളെ കൂടെ ബഷീർ ഉസ്താദിന്റെ കൂടെ ഐഡി അടിച്ചു നമ്മളെ ടീമിലുണ്ട്. അവര് ഏതാനും കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് കുട്ടിക്ക് വല്ലാത്തൊരു കഫത്തിന്റെ പ്രശ്നമുണ്ട്. ഒരുപാട് അലോപ്പതി ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ട്. ഒരു മാസം 900 രൂപയുടെ മരുന്നൊക്കെയാണ് വരുന്നത് എന്ന് പറഞ്ഞു. ആ സമയത്താണ് ബഷീർ ഉസ്താദ് ഈ വിഷയം കേട്ട സമയത്ത് ഒരു കഫ്നീൽ കൊടുക്കുന്നു. കഫ്നീൽ കൊടുത്ത് കഫ്നീൽ വീട്ടിൽ കൊണ്ടുപോയ സമയത്ത് ഭാര്യ പറഞ്ഞു, ഇത് കൊടുക്കാൻ പറ്റൂല, കുട്ടിക്ക് കൊടുക്കാൻ പറ്റൂല, ഇത് നമ്മൾ കുറെ ഒഴിവാക്കിയ സാധനമാണ്, ഇതൊന്നും എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവും. അങ്ങനെ ജാഫർ ഉസ്താദ് ഉടനെ എന്നെ വിളിക്കുന്നു, ഉമർ ഇതിന്റെ ഇങ്ങനെ അങ്ങനെയൊക്കെ ആണ്, ഞാൻ ഇങ്ങനെ ബഷീർ ഉസ്താദ് തന്നിട്ടുണ്ട്, ഒരു കഫ്നിൽ തന്നിട്ടുണ്ട്, കുട്ടിക്ക് കൊടുക്കാനാണ്, കുട്ടിക്ക് ഇങ്ങനെ വിഷയങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയും. ഞാൻ അതിന്റെ കഫ്നിൽ കഴിച്ചാൽ ഉണ്ടാകുന്ന ഗുണങ്ങളെ കുറിച്ചും ആ ഉൽപ്പന്നത്തിന്റെ ഒക്കെ റിസൾട്ടും അതിന്റെ ക്വാളിറ്റിയും നമുക്ക് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാവോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിച്ചു കൊടുത്ത സമയത്ത് വൈഫ് സമ്മതത്തോടു കൂടെ എന്ത് ചെയ്തു, കുട്ടിക്ക് അത് കൊടുത്തു എന്നുള്ളത്. ആ കുട്ടി ഈ ജാഫർ ഉസ്താദിനോട് പറയാണ്, മോനെ തൊണ്ടയെ കൈവച്ചാ പറയുന്നത്, ഉപ്പച്ചി തന്ന മരുന്ന് കുടിച്ചിട്ട് എനിക്ക് ഇവിടെ നല്ല സുഖം കിട്ടും. യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ പറഞ്ഞത് എന്താ, 6000 രൂപയുടെ ഉൽപ്പന്നം 2021 വാങ്ങി അത് നശിപ്പിച്ച് കളഞ്ഞ ഒരു വ്യക്തിന്റെ മുന്നിൽ ചെന്നപ്പോഴും ഉൽപ്പന്നം നല്ലതാണെന്ന് അവർ പറയുകയും അവരെ വീണ്ടും ഇതിലേക്ക് കൊണ്ടുവന്ന് അവര് അനുഭവങ്ങൾ പറയുകയും ചെയ്യുന്നു. അതാണ് നമ്മളെ ഉൽപ്പന്നം. ഇപ്പം ഉൽപ്പന്നം തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുക. എടവണ്ണപ്പാറയിൽ 2018 ഈ കമ്പനിയിലേക്ക് വന്ന ഒരു ആമിനത്താത്ത, അവര് ഒരു വൾക്ക് പർച്ചേസ് ഒക്കെ ചെയ്യിച്ച ആളാ, കൊണ്ടോട്ടിയുള്ള ആളായിരുന്നു ഒരു ലീഡർ. 1,00,000 രൂപയുടെ പർച്ചേസ് ചെയ്യിച്ചു. ലീഡേഴ്സ് എന്ത് ചെയ്തു, മുങ്ങി. ഉൽപ്പന്നം എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു കണ്ടീഷനിൽ അവസാനം ഇതും പൊട്ടൻ കിണറ്റിലേക്ക് കൊണ്ടുപോയി തട്ടേണ്ടി വന്നു, കുഴിച്ചിടേണ്ടി വന്നു. ഡേറ്റ് കഴിഞ്ഞാൽ വേറെ രക്ഷയില്ലല്ലോ. 1,00,000 രൂപയുടെ. അവരെ നമ്മൾ ബന്ധപ്പെട്ടപ്പം അവരും പറയുന്നു ഉൽപ്പന്നം നല്ലതാണ്,
നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നമാണ്, നല്ല റിസൾട്ട് ഉണ്ട്, ഉപയോഗിച്ചവരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്കതിൽ വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, എന്നെങ്ങനെ ഉൽപ്പന്നം എടുപ്പിച്ചിരുന്നു, എന്നിട്ട് എന്ത് ചെയ്തു, ആ ലീഡേഴ്സ് മുങ്ങി എന്ന് പറയുന്നു. അവർക്കും ഞാൻ ഐഡി കൊടുത്തു. അവരും ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ സമ്മതിക്കുന്നില്ല, ഇനി ആ ബിസിനസ് വേണ്ട, അത് ഒരുപാട് ഉൽപ്പന്നങ്ങളൊക്കെ ഒന്നും ഒഴിവാക്കിയതല്ലേ എന്ന് പറഞ്ഞ് മാറി നിൽക്കുക. അവരെയും നമുക്ക് എന്ത് ചെയ്യണം ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ബിസിനസ് നേരത്തെ ചെയ്തവരും ഇത് ഒഴിവാക്കിയവരും ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞ വ്യക്തിത്വങ്ങളൊക്കെ തന്നെ ഉൽപ്പന്നം നല്ലതാണ്, ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ കാരണം വല്ലാത്ത റിസൾട്ട് കൊണ്ട് തന്നെയാണ്. നമ്മളെ ഉൽപ്പന്നത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിസൾട്ട് അത്രയ്ക്കും റിസൾട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബഷീർ ഉസ്താദ് തന്നെ തിരൂരിലെ ഒരു താത്തക്ക് ഈ മൂക്കിലെ ദശ ഭയങ്കര പ്രയാസമായിരുന്നു. കുറേ കാലങ്ങൾ പഴക്കമുള്ളതാണ്. അവർക്ക് പ്രോനാസിക്ക അതേപോലെ തന്നെ കവചപ്രാശമൊക്കെ കൊടുത്തിരുന്നു. വലിയ സുഖം കിട്ടി എന്നുള്ള ആ ഒരു സന്തോഷം അവരെന്ത് ചെയ്തു, നമ്മളെ ഗ്രൂപ്പിലൂടെ അറിയിച്ചപ്പോൾ അതിനൊക്കെ ഉണ്ടാവുന്ന ഒരു സന്തോഷം ചില്ലറയൊന്നുമല്ല. ഇതാണ് നമ്മളെ ഉൽപ്പന്നങ്ങൾ. ഒരു ദിവസം രാത്രി 12 മണി സമയത്ത് ഉളവട്ടൂരുള്ള ഒരു മുസ്തഫ എന്ന് പറയുന്ന ഒരു വ്യക്തി ദുബായിൽ നിന്ന് എനിക്കൊരു കോള് വരിക. അദ്ദേഹത്തിന്റെ ഭാര്യ സൗദാബി എന്ന് പറയുന്ന ഭാര്യക്ക് കിഡ്നി സ്റ്റോൺ ആണ്, വൃക്കയിൽ കല്ലുകളുണ്ട്, ഒന്നിലധികം കല്ലുണ്ട്, 9 mm 12 mm ഒക്കെ ഉള്ള കല്ലാണ്, ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. പേടികൊണ്ട് ഭാര്യ എന്ത് ചെയ്യുന്നില്ല, ഓപ്പറേഷൻ ചെയ്തത് നീക്കാൻ സമ്മതിക്കുന്നില്ല. നിങ്ങളെടുത്ത് എന്തോ ഒരു ഇങ്ങനെ ഇതിനൊക്കെ പറ്റിയൊരു മരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ഇങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ട്, ചിലർക്കൊക്കെ സുഖമുണ്ട്, കൊടുക്കുന്നവർക്കൊക്കെ സുഖം കിട്ടലുണ്ട്, വളരെ കറക്റ്റായിട്ട് കഴിക്കുകയാണെങ്കിലൊക്കെ സുഖം കിട്ടും, 2-3 മാസമൊക്കെ കഴിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, എനിക്ക് ഇപ്പം തന്നെ കിട്ടണം എന്ന് പറഞ്ഞു. എപ്പോൾ? രാത്രി 12 മണിക്ക്. അങ്ങനെ ഞാൻ ഇവിടുന്ന് വീട്ടിലാണ് ഞാൻ കിടക്കുന്നത്. ആ സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഓമാനൂര്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞു, ഓഫീസിലാണ് സാധനം ഉള്ളത്. രാത്രി 12 മണിക്ക് ഓമാനൂര് ഓഫീസിലേക്ക് പോവുകയും അവിടെ വെച്ച് സാധനം പിന്നെ നമ്മളെ യൂറിപ്ലസ് ക്യാപ്സൂളും ലിക്വിഡും ഒക്കെ എടുത്തു കൊടുക്കുകയും ചെയ്തു. കഴിഞ്ഞ പ്രാവശ്യം അവർ 1 മാസം കണ്ടിന്യൂ ചെയ്ത് കഴിച്ചതിന് ശേഷം രണ്ടാമത് അവർ സാധനം ആവശ്യപ്പെട്ട സമയത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇത് വില കുറച്ച് കിട്ടാനുള്ള ഒരു മാർഗമുണ്ട്, നമുക്ക് കമ്പനിക്ക് ഒരു രജിസ്ട്രേഷൻ കൊടുക്കണം, നിങ്ങളെ പേരും അഡ്രസ്സും കൊടുത്ത് രജിസ്ട്രേഷൻ വാങ്ങാൻ നമുക്കൊരു ഐഡി വാങ്ങാം എന്ന് പറഞ്ഞപ്പം അവർ നമ്മളെ കൂടെ ഐഡി മേടിച്ചു എന്നുള്ളതാണ്. ഇതാണ് നമ്മളെ ഉൽപ്പന്നത്തിന്റെ. ഇപ്പം അവർ പറയുന്നത് സ്കാൻ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ എനിക്ക് നല്ല വേദനക്കൊന്നും ഒക്കെ നല്ല സുഖമുണ്ട്, വേദന ഒന്നും ഇല്ല ഇപ്പം. പക്ഷെ ഇനി 1 മാസം കൂടെ ഒക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് സ്കാൻ ചെയ്തൊക്കെ നോക്കാം എന്നാണ് അവർ പറയുന്നത്. ഇതാണ് നമ്മളെ ഉൽപ്പന്നം. നമ്മളെ ഉൽപ്പന്നത്തിനെ കുറിച്ച് അതിന് മാത്രം റിസൾട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ ഒരു കമ്പനിയിലാണ് നമ്മളുള്ളത് എന്നുള്ളതാണ് നിങ്ങളും ഞാനും മനസ്സിലാക്കേണ്ടത്. ഇവിടെ ആരോഗ്യ മേഖല പാടെ തകിടം മറിഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വെൽനസ് ഉൽപ്പന്നങ്ങളുടെ സാധ്യത ഒരാൾക്കും തള്ളിക്കളയാൻ പറ്റൂല. രാജ്യത്ത് കപ്പ് സിറപ്പ് കഴിച്ച് അനേകം കുഞ്ഞുങ്ങൾ മരണപ്പെട്ട വാർത്ത നമ്മൾ കേട്ടു. പേസ്റ്റുകളുടെ വ്യാജനെ പിടികൂടിയത് നമ്മൾ കണ്ടു. ഈ സമയത്ത്, ഈ ഒരു കാലഘട്ടത്തിൽ 2019-ലും 2022-ലും 2024-ലും ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡായി തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ എലമെന്റ്സ് ഉൽപ്പന്നത്തെ എന്തുകൊണ്ട് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിച്ചുകൂടാ? എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഇവിടെയുള്ള പ്രശ്നം എന്താ അറിയും? എന്തിനു വേണ്ടിയാണ് ഉൽപ്പന്നം കഴിക്കേണ്ടത്, ഉപയോഗിക്കേണ്ടത് എന്ന മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതല്ലേ. ഇതാണ് വിഷയം. ഉൽപ്പന്നം എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് വേണം. യഥാർത്ഥത്തിൽ
രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലായി നാം സൂക്ഷിക്കുന്നതിനാണ് ഈ ഉൽപ്പന്നം ഉപയോഗിക്കേണ്ടത് എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഉൽപ്പന്നം തള്ളിക്കളയാൻ പറ്റുന്നതാണോ? അതാ ഉൽപ്പന്നം സംസാരിക്കുന്നു, നമ്മളെ പ്രൊഡക്റ്റ് സംസാരിക്കുന്നു എന്ന് പറയുന്നത്. ശരിക്കും മനുഷ്യനായ നമ്മളൊക്കെ തന്നെ ആഹാരവും അതുപോലെ തന്നെ ആരോഗ്യവും സൗന്ദര്യവും ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ? ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളും ആഗ്രഹിക്കുന്നവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടെ നമ്മൾ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, തൈറോയിഡ് പോലുള്ള രോഗങ്ങൾക്ക് കാരണം ആഹാരമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്, പഠനത്താൽ കണ്ടെത്തിയിട്ടുള്ളതാണ്. ആയുർവേദം പറയുന്നു ത്രിദോഷം അഥവാ വാദം, പിത്തം, കഫം എല്ലാ രോഗത്തിന്റെയും കാരണമാണ്. ഇതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ നമ്മളെ ഉൽപ്പന്നം കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള അറിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നല്ല അറിവുകൾ ഉണ്ടാക്കിയെടുക്കുകയും നല്ല രീതിയിൽ സംസാരിക്കുകയും നല്ല റൂട്ടിലൂടെ സഞ്ചരിക്കുകയും ചെയ്താൽ വലിയ നേട്ടങ്ങൾ ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. ശരിക്കും ദഹനം നടന്നില്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾക്ക് കാരണമാകും, ഉറപ്പാണ്, യാതൊരു സംശയമില്ല. ശരിക്കും നല്ല ദഹനം കിട്ടണം മനുഷ്യന്, ദഹനപ്രക്രിയ ക്ലിയർ ആയിരിക്കണം. അതില്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ നമ്മളെ വേട്ടയാടും. അത് കിട്ടാതിരിക്കാൻ കാരണം എന്താ പറയുന്നത്? നമുക്ക് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. എങ്ങനെ പോഷകങ്ങൾ ലഭിക്കുക? ഇന്ന് മായം ചേർക്കാത്ത, മായം കലർത്താത്ത ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? നാം ഒന്ന് ചിന്തിക്കുക, നാം ഒന്ന് അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ തയ്യാറാവുക. മായം ചേർക്കാത്ത വസ്തുക്കൾ നമുക്ക് കിട്ടുന്നില്ല. വളരെ ചെറിയ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. നമുക്കിന്ന് മഞ്ഞപ്പൊടി എന്തിനു വേണ്ടിയാ കറിയിലേക്ക് ഉപയോഗിക്കുന്നത്? ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ വേണ്ടിയല്ലേ നമ്മൾ മഞ്ഞപ്പൊടി ഉപയോഗിക്കുന്നത്? അല്ലേ? ആ മഞ്ഞപ്പൊടിയിൽ പോലും മായം ചേർക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റായി പോകുമോ? ഇല്ല. കാരണം എന്താ അറിയോ? 1 കിലോ പച്ചമഞ്ഞളിന് 60 രൂപ വരെയാണെന്ന്. എന്നാൽ 7 കിലോ പച്ചമഞ്ഞൾ അത് ചുരണ്ടണം, അത് പുഴുങ്ങണം, അത് ഉണക്കണം, അത് പൊടിക്കണം, എന്നാലേ 1 കിലോ മഞ്ഞൾ പൊടി ഉണ്ടാവുകയുള്ളൂ. 7 കിലോ മഞ്ഞളിന് എത്ര വില? ടോട്ടൽ കൂട്ടി നോക്കി, 60 രൂപ ഇൻറ്റു 7, 420 രൂപ. എന്നിട്ടത് പാക്കറ്റ് ചെയ്യണം, എല്ലാത്തിൻ്റെയും ചെലവുകളുണ്ട്. ഈ സാധനം കൊണ്ടുവന്ന് നമ്മളെ തൊട്ടടുത്ത കടയിൽ നിന്ന് 25 ഉറുപ്പ്യക്ക് 100 മഞ്ഞപ്പൊടി കിട്ടുന്നുണ്ടോ? 30 ഉറുപ്പ്യക്ക് കിട്ടുന്നുണ്ടോ? ഇല്ലേ? അത് കിട്ടുന്നുണ്ടെങ്കിൽ ആ മഞ്ഞപ്പൊടിക്ക് 420 രൂപ അതിൻ്റെ പച്ചമഞ്ഞളുടെ വില വരുന്നുണ്ട്. പുറമെ ഇതിൻ്റെ ഒക്കെ ചെലവുകളും വരുമ്പോൾ 700 രൂപക്ക് കൊടുക്കണ്ടേ ആ മഞ്ഞപ്പൊടി? ഇവിടെ അത് എന്ത് കിട്ടുന്നുണ്ട്? 25 ഉറുപ്പ്യ, 30 ഉറുപ്പ്യക്ക് 100 ഗ്രാം മഞ്ഞപ്പൊടി കിട്ടുന്നുണ്ട്. അതിൽ മായം കലർത്തുന്നുണ്ടോ? സാമാന്യമായ ഒരു ബുദ്ധി വെച്ച് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റാവുന്നതല്ലേ ഉള്ളൂ. അത് മായ ഇതിൽ കലർന്നുണ്ടോ? ഇവിടെയാണ് വെൽനെസിന്റെ ഉൽപ്പന്നങ്ങൾ നാം ഉപയോഗിക്കേണ്ടി വരുന്നതിന്റെ കാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇന്ന് ഭക്ഷണത്തിൽ നമുക്ക് ഭക്ഷണ സാധനങ്ങളിലൂടെ നമുക്ക് കിട്ടുന്നത് ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളില്ല. അതില്ല എങ്കിൽ നമുക്ക് എന്ത് വേണം? അത് പുറമേ നിന്ന് കൊടുക്കണം. പുറമേ നിന്ന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയുള്ള
ഇന്ത്യൻ കമ്പനിയായ, ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായ MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന നമ്മുടെ ഈ കമ്പനിയിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന എലമെന്റ്സ് വെൽനസും അതുപോലെ തന്നെ ഓൺ ആൻഡ് ഓൺ എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത്. അത് ഉപയോഗിച്ചവർ പറയാം അതിന് സാധിക്കുന്നുണ്ട്. ഈ മായം ചേർക്കലിനെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് കോഴിക്കോട് സർവകലാശാലയിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ KK വിജയൻ സാറ് എഴുതിയ ഒരു ലേഖനം ഞാൻ വായിക്കുകയുണ്ടായി. സാർ അതിൽ വിവരിക്കുന്ന എന്താ അറിയോ? നിറത്തിനും മണത്തിനും രുചിക്കുമൊക്കെയായി ചേർത്തിരിക്കുന്ന ഭക്ഷ്യേതര ചേരുവകൾ, അവയുടെ അളവ് അനുവദിക്കപ്പെട്ടവയോ അതോ വ്യാജമോ എന്നൊന്നും മനസ്സിലാക്കാനുള്ള മാർഗങ്ങൾ ഒരു ഉപഭോക്താവിന് ലഭ്യമല്ല. മനസ്സിലാക്കണം. ഇതൊക്കെ പറയുന്നതും കേട്ടവരുമാണ് നമ്മൾ. പക്ഷെ നമ്മൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. എന്നാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ദില്ലിയിലും UP-യിലും നടത്തിയ ഒരു സർവേയുടെ ഫലം കാണിക്കുന്നത് മായം ചേർക്കൽ പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകുന്ന രീതിയിൽ വ്യാപകമായിട്ടുണ്ട് എന്ന. ഇതൊന്നും നമുക്കറിയാഞ്ഞിട്ടാ, നമ്മൾ കേൾക്കാഞ്ഞിട്ടാ അല്ല, പക്ഷെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാ. പഞ്ചസാരയിൽ മായം, അരിയിൽ മായം, പച്ചക്കറിയിൽ മായം, എല്ലാത്തിലും മായം. പഞ്ചസാരയിൽ ചേർക്കുന്ന സാധനത്തെ കുറിച്ചൊക്കെ പറയാൻ എനിക്ക് ലജ്ജ തോന്നുക. ചേർക്കുന്ന സാധനത്തിനെ കുറിച്ച് മാർബിളിന്റെ തരി, ചോക്കുപൊടിയൊക്കെയാണ് ഇവിടെ ചേർക്കുന്നത്, പഞ്ചസാരയിൽ ചേർക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മഞ്ഞൾപ്പൊടിയിൽ ചേർക്കുന്നത് മണൽത്തരിയും കല്ലും മണ്ണും ഒക്കെയാണ് നാം ഭക്ഷിക്കുന്നത്. ഇവിടെ ഇതാണ് നാം ഭക്ഷിക്കുന്നത്. ഇപ്പൊ നമ്മള് എല്ലാരും പറയാന്താ, ഫാസ്റ്റ് ഫുഡാണ് പ്രശ്നങ്ങൾ, ഫാസ്റ്റ് ഫുഡുകാരനാണ്, അതുകൊണ്ട് അത് ഒഴിവാക്കണം. ശരിക്കും നമ്മളെ വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കുന്ന വസ്തുവും മായം ചേർക്കാത്തത് ഇന്ന് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് ജീവിതശൈലി രോഗങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വെൽനസിന് വലിയ പ്രാധാന്യമുള്ള കാലഘട്ടം. ഇവിടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗമാണ് നാം സ്വീകരിക്കേണ്ടത്. ഏത് കമ്പനിയിൽ ജോലി ചെയ്യുകയാണെങ്കിലും ആ കമ്പനിയുടെ ഉൽപ്പന്നമാണ് അത് ജനങ്ങളിലേക്ക് വിറ്റഴിക്കപ്പെടുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് വരുമാനങ്ങൾ ഉണ്ടാകുക. അപ്പം മാർക്കറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? നല്ല മാർക്കറ്റ് ചെയ്യാൻ കഴിയണം. നല്ല മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന സമയത്ത് അതിലൂടെ നമുക്ക് നല്ല വരുമാനങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇവിടെ നല്ല സാധനം വിൽക്കുന്നത് എന്താണ് പേടിക്കാനുള്ളത്? നമ്മളെ പേസ്റ്റ് കൊണ്ടുപോയിട്ട് ഒരു പേസ്റ്റ് കൊടുക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു വ്യാജ പേസ്റ്റുകളെ പിടികൂടിയ കഥ. അവിടെ നമ്മളെ പേസ്റ്റിനെ കൊണ്ടുപോയിട്ട് ആ പേസ്റ്റിന്റെ ഗുണമേന്മ പറഞ്ഞു കൊടുത്ത് നമുക്ക് വിറ്റഴിച്ചുകൂടെ? ആ വിറ്റഴിച്ചു ഗുണമേന്മയുള്ള സാധനമാണെങ്കിൽ അവർക്ക് നമ്മൾ അവരെ ബന്ധുക്കളിലേക്കും കുടുംബങ്ങളിലേക്കും ഇത് എത്തിക്കൂലേ? ഇത് തന്നെയല്ലേ ബിസിനസ്. ഇവിടെ ആളെ ചേർക്കണം, ഇങ്ങനെ കണ്ണി കൂട്ടണം, ഇങ്ങനെ അത് ഇത് ഒന്നുള്ള കഥകളൊക്കെയാണ് പറയാറ്. പക്ഷെ യഥാർത്ഥത്തിൽ വീട്ടിലെ ഉൽപ്പന്നങ്ങൾ ഒന്ന് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾ, ആ ബ്രാൻഡ് നമ്മളൊന്ന് മാറ്റുക, നമ്മളെ അയൽപ്പക്കത്ത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക, നമ്മളെ കുടുംബങ്ങളിൽ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ അവരവരുടെ കുടുംബങ്ങളിലും നമ്മൾ കൊടുത്തവർ അവരുടെ കുടുംബങ്ങളിലും അയൽപ്പക്കത്തും ബ്രാൻഡുകൾ മാറ്റുമ്പോൾ
അതൊരു വലിയ ശങ്കരായി മാറുക. അതെന്നെ കണ്ണി, ഇത് പൊട്ടാത്ത കണ്ണിയാണത് എന്നല്ലാതെ ഈ പൊട്ടുന്ന കണ്ണിനെ കുറിച്ചല്ല ഈ പറയുന്നത്. ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ ഈ വിപണിയിലേക്ക് നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത് നമ്മളിലൂടെയാണ് അത് എത്തുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ വിഷയത്തിലൂടെ ഇങ്ങനെ കടന്നു പോയാൽ ഒരുപാട് സംസാരിക്കേണ്ടി വരും. സമയം ആണെങ്കിൽ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടല്ലേ, ഞാൻ സമയത്തേക്ക് നോക്കിയില്ലായിരുന്നു. ഏതായിരുന്നാലും പിന്നെ അവസാനിപ്പിക്കാം. എനിക്ക് നിങ്ങളോട് തരാനുള്ള സന്ദേശം എന്താ അറിയോ, നമ്മൾ ഏതായിരുന്നാലും ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നതുകൊണ്ട് ഈ മുൻകാലങ്ങളിലൊക്കെ ഡയറക്ട് സെൽ ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും പല കോട്ടും ഷർട്ടും ഇട്ട ആൾക്കാർ വന്നുകൊണ്ട് പറ്റിക്കുന്ന ആൾക്കാരായിട്ട് ജനങ്ങൾക്ക് എന്തുണ്ട്, ഒരു ധാരണയുണ്ട്. യഥാർത്ഥത്തിൽ കോട്ടും സൂട്ടും ഇട്ട് വന്നാൽ ഓൻ ജനങ്ങളെ വഞ്ചിക്കുന്നവനാണ്, ജനങ്ങളെ സമ്പത്ത് കൊള്ളയടിക്കുന്നവനാണ്, പറ്റിക്കുന്നവനാണ് എന്ന ഒരു ധാരണയുണ്ട്. ആ ധാരണ ഉള്ളത് കൊണ്ടാണ് ഇത്തരം ബിസിനസ്സുകളൊക്കെ പറയുന്ന സമയത്ത് നമ്മളെ മറ്റുള്ളവർ തള്ളിക്കളയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന ഞാനടക്കം നമുക്ക് ഇന്ന് ഒരു മാറ്റം, അതായത് ആ കോട്ടും സൂട്ടും ഇട്ട ആൾക്കാർ പറയുന്നതൊക്കെ കളവല്ല, അവരെയും അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് ജനങ്ങളിലേക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരൊറ്റ കമ്പനിയെ ഇന്ത്യയിലുള്ളൂ. അത് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. ആ കമ്പനിയിലാണ് നിങ്ങളും ഞാനും അറിഞ്ഞോ അറിയാതെയോ വന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. ഏറ്റെടുക്കുക, ആത്മാർത്ഥമായി പ്രവർത്തിക്കുക, വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എനിക്ക് ഈ അവസരം തന്ന ബാപ്പു തങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ലീഡേഴ്സിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എന്നെ ശ്രവിച്ച, എന്നെ സഹിച്ച, ഇത്രയും നേരം എന്നെ എന്താ പറയാ, ഞാൻ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയോ വെറുപ്പിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ടാവാം, അതൊക്കെ പൊറുക്ക. അതൊക്കെ ചെയ്ത നിങ്ങളെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് മൈ ലൈഫ്.